ഹലോ എവരി വൺ. ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനിൽ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായിട്ട് മനസ്സിലാക്കുന്നത്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. റിക്രൂട്ട്മെന്റ് ഓഫ് ജൂനിയർ അസിസ്റ്റൻസ് ആണ്. 200 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആന്ധ്രാപ്രദേശ് 12, ആസാം 5, ഛത്തീസ്ഗഡ് 6, ഗുജറാത്ത് 5, ഹിമാചൽ പ്രദേശ് 3, ജമ്മു ആൻഡ് കാശ്മീർ 1 ഒഴിവ്, കർണാടക 38, മധ്യപ്രദേശ് 12, മഹാരാഷ്ട്ര 53, പോണ്ടിച്ചേരിയിൽ 1, സിക്കിമിൽ 1, തമിഴ്നാട് 10, തെലങ്കാന 31, ഉത്തർപ്രദേശ് 17, വെസ്റ്റ് ബംഗാൾ 5. അങ്ങനെ ടോട്ടൽ 200 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഒഴിവുകളില്ല. എന്നാലും നിങ്ങൾക്ക് ഈ ഒരു ഒഴിവുകളിലേക്കായിട്ട് അപേക്ഷ അയക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ 25-ാം തീയതിയാണ് അപ്ലിക്കേഷൻ സ്റ്റാർട്ടാകുന്നത്. ജൂലൈ 25-ന് അപ്ലിക്കേഷൻ സ്റ്റാർട്ടാവും. ആഗസ്റ്റ് 14 വരെ നമുക്ക് അപേക്ഷ അയക്കാം. ഈ ഒരു പോസ്റ്റിലേക്കായിട്ട് പരീക്ഷയുണ്ട്, ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അഡ്മിറ്റ് കാർഡും അതിൻ്റെ കോൾ ലെറ്റേഴ്സും ഒക്കെ പരീക്ഷയുടെ 7 ദിവസം മുമ്പ് അല്ലെങ്കിൽ 14 ദിവസം മുമ്പെങ്കിലും നമുക്ക് ലഭിക്കുന്നതാണ്. സെപ്റ്റംബറിലാണ് പരീക്ഷ നടക്കുന്നത്. അത് ഫിക്സ് അല്ല, സെപ്റ്റംബറിലാണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് സാലറിയുടെ കൂടെ HRA, PF കമ്പനി കോൺട്രിബ്യൂഷൻ ഒക്കെ തന്നെ നമുക്കുണ്ടാവും. ശമ്പളം പറയുന്നത് കാറ്റഗറി 1-ൽ 32,800 ആണ്, കാറ്റഗറി 2 31,200, കാറ്റഗറി 3 30,000 ആണ്. ഇതിൻ്റെ മുഴുവൻ വിവരങ്ങൾ അടങ്ങിയ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ പരിശോധിക്കുക. ഇനി എലിജിബിലിറ്റി ആണ് പറയുന്നത്. ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് 21 മുതൽ 28 വയസ്സ് വരെയാണ്. ഡിഗ്രിയുടെ മാർക്ക് എന്ന് പറയുന്നത് 60% മാർക്ക് ഉണ്ടായിരിക്കണം. ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് കറസ്പോണ്ടൻസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് പാർട്ട് ടൈം അവർ എലിജിബിൾ അല്ല. ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി എടുത്തവരും കറസ്പോണ്ടൻസ് ആയിട്ട് ഡിഗ്രി എടുത്തവരും പാർട്ട് ടൈം ആയിട്ട് ഡിഗ്രി എടുത്തവർക്കൊന്നും തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ അയക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കമ്പ്യൂട്ടർ ലിറ്ററസി, കമ്പ്യൂട്ടർ പരിജ്ഞാനം ആവശ്യമാണ്. അതുപോലെ തന്നെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നല്ലതാണ്. കമ്പ്യൂട്ടർ സ്കില്ല് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പഠിച്ചുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റും ഡിഗ്രിക്ക് 60% മാർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ അയക്കാൻ സാധിക്കും. ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൃത്യമായിട്ട് ഇവിടെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ജൂനിയർ അസിസ്റ്റന്റ്, ഓൺലൈൻ എക്സാമിനേഷൻ ആൻഡ് ഇന്റർവ്യൂ, ഈ 2 പ്രോസസ്സിലൂടെയാണ്. ഈ 2 സെലക്ഷൻ പ്രോസസ്സാണുള്ളത്. ഇനി ഇതിന്റെ എക്സാമിനേഷന്റെ സിലബസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 ചോദ്യങ്ങൾ 40 മാർക്കിനുള്ളത്, ലോജിക്കൽ റീസണിങ് 40 ചോദ്യങ്ങൾ 40 മാർക്ക്, ജനറൽ അവയർനെസ് 40 ചോദ്യങ്ങൾ 40 മാർക്ക്, ന്യൂമറിക്കൽ എബിലിറ്റി അതുപോലെ തന്നെ 40 മാർക്കിനുള്ളത്, കമ്പ്യൂട്ടർ സ്കിൽ 40 ചോദ്യങ്ങൾ 40 മാർക്കിന്. അങ്ങനെ 200 ചോദ്യങ്ങൾ 200 മാർക്കിനുള്ളത്. അപ്പോൾ ഒരു ചോദ്യത്തിന് 1 മാർക്കാണ്. ഇംഗ്ലീഷിൽ മാത്രമാണ് നമുക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുക. 120 മിനിറ്റ് ആണ് അതിൻ്റെ സമയം എന്ന് പറയുന്നത്. ഓക്കെ, ഏതെങ്കിലും ആൻസറുകൾ തെറ്റായി കൊടുത്തു കഴിഞ്ഞാൽ 0.25 മാർക്ക് നിങ്ങൾക്ക് നഷ്ടമാകും എന്നുള്ളത് മനസ്സിലാക്കുക. ഇന്റർവ്യൂ എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഫൈനൽ സെലക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതും പറയുന്നുണ്ട്. നമുക്ക് കേരളത്തിൽ എക്സാം സെന്റർ ഉണ്ടാവും. അപ്ലിക്കേഷൻ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ: നമ്മൾ സ്കാൻ ചെയ്യേണ്ടത് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, സിഗ്നേച്ചർ ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വിൽ നോട്ട് ബി അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട് 800 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ. അതിന് പുറമെ GST 18% അതിൻ്റെ കൂടെ വരും എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. ഇനി അപ്ലിക്കേഷൻ അയക്കാനായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് LIC HFLന്റെ വെബ്സൈറ്റിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് മുകൾ ഭാഗത്ത് കരിയർ എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു പേജ് ലഭിക്കും. അവിടെ ഈ ഒരു അഡ്വർടൈസ്മെന്റിന്റെ വിശദ വിവരങ്ങൾ PDF ലഭിക്കും. അതിനപ്പുറം തന്നെ അപ്ലൈ ഓൺലൈൻ എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു വിൻഡോ ലഭിക്കും. അവിടെ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വിവരങ്ങൾ കൊടുത്തുകൊണ്ട് 6 ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഒരു അപ്ലിക്കേഷൻ പ്രോസസ്സ് വരുന്നത്. ബേസിക് ഇൻഫോം, ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ, അക്കാഡമിക് ഡീറ്റെയിൽസ്, അതിൻ്റെ ഒരു പ്രിവ്യൂ, അപ്ലോഡ് ചെയ്യുക, പേയ്മെൻറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഈ 6 പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ പൂർത്തിയാക്കാം. മാൻഡേറ്ററി ഫീൽഡ് കൃത്യമായിട്ട് നോക്കി അത് മിസ്സാവാതെ തന്നെ പൂരിപ്പിച്ച് അപേക്ഷ അയക്കുക. നല്ലൊരു അവസരമാണ്. നിങ്ങൾക്ക് 60% മാർക്കും കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപേക്ഷ അയക്കാൻ സാധിക്കും. മുഴുവൻ വിവരങ്ങളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.
നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് അപേക്ഷ അയക്കാൻ സാധിക്കും. ഇനി നമുക്ക് കേരളത്തിൽ പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. കൊച്ചി, ട്രിവാൻഡ്രം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ. ഈ 7 സെന്ററുകളിൽ കേരളത്തിൽ പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സൗകര്യമുള്ള സ്ഥലത്ത് പോയിട്ട് ഇതിന്റെ പരീക്ഷ എഴുതാൻ കഴിയും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഒഴിവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. ഈ ഒരു ഒഴിവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കീപ് വാച്ചിങ്, സ്റ്റേ സേഫ്.